ആദ്യമായി പ്രഭാഷകന്റെ പുസ്തകത്തിൽ 26-ാം അധ്യായത്തിൽ പറയുന്നു, ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവന്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു, അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്, കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവന്റെ ഹൃദയം സന്തുഷ്ടവും അവന്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. ഭാര്യയുടെ മദ്യപാനം പ്രകോപനം ഉളവാകുന്നു. ദുശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി നിയന്ത്രിക്കുക. ഭാര്യയുടെ വശത ഭർത്താവിനെ പ്രമോദിപ്പിക്കുന്നു. ദൈവഭയമില്ലാത്ത ഭാര്യ അധാർമികന് പറ്റിയ തുണ. ധിക്കാരിണിയായ ഭാര്യ സ്രാവിന് സദൃശ്യാണ്. ഉത്തമയായ സ്ത്രീയുടെ ഭർത്താവ് അവന്റെ ആയുസ് ഇരട്ടിക്കും. ഭർത്താവ് അല്പസമയം ഭാര്യയോടും മക്കളോടും കൂടെ ഇരുന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. കുട്ടികളുടെ പ്രവൃത്തികൾ കാണുക. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ഭക്ഷിക്കുക. ഈ സന്തോഷം നിങ്ങൾക്കും സ്വന്തമാക്കാമല്ലോ. വിവാഹ സമയത്ത് പുരുഷന്റെ ഇടതുവശത്താണല്ലോ സ്ത്രീയുടെ സ്ഥാനം എന്നാണ് ഇതിന്റെ അർത്ഥം. ഇടതു കൈകൊണ്ട് അവളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് വലതു കൈകൊണ്ട് അവളെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ അധ്വാനിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. ഒരു നല്ല ഭാര്യ ഭർത്താവ് ജോലി സ്ഥലത്ത് നിന്ന് ക്ഷീണിച്ച് വശനായി വരുമ്പോൾ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ഭർത്താവിനെ ശ്രവിക്കും, ശുശ്രൂഷിക്കും. ഭാര്യയുടെ പ്രോത്സാഹനവും സ്നേഹവും ഭർത്താക്കന്മാരെ ഉന്നതരാക്കും. സമൂഹം മുഴുവൻ കുറ്റപ്പെടുത്തിയാലും ഒരുപക്ഷെ അവൻ പിടിച്ചു നിൽക്കും. എന്നാൽ ഭാര്യയുടെ കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും അവനെ തളർത്തിക്കളയും. മിതഭാഷിണിയായ ഭാര്യ കർത്താവിന്റെ ദാനമാണ്. സുഷിതമായ ഹൃദയത്തെ പോലെ അമൂല്യമായി മറ്റൊന്നുമില്ല. പ്രഭാഷകന്റെ പുസ്തകം 26-ാം അധ്യായം 14-ാം വാക്യം. ഇതാ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. പ്രഭാഷകന്റെ പുസ്തകം 24-ാം അധ്യായം 31-ാം വാക്യം. ഇനിയും ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട അനേക മേഖലകളും ഉണ്ട്. ഭർത്താവ് ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കുവാനും അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കുവാനും ഭാര്യമാർ ശ്രദ്ധിക്കണം. ഭർത്താവിലുള്ള നല്ല ഗുണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. വായും ശരീരഭാഗങ്ങളും വസ്ത്രവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. ഈ വൃത്തി നിന്നോട് സ്നേഹവും വികാരവും അവനിൽ ഉണർത്തും. ജോലി കഴിഞ്ഞു വരുന്ന ഭർത്താവിന് ആശ്വാസം പകരുന്ന മുഖഭാവത്തോടെ സ്വീകരിക്കാൻ ഭാര്യയ്ക്ക് സാധിക്കണം. ഭാര്യയുടെ വശ്യത ഭർത്താവിനെ പ്രമോദിപ്പിക്കുന്നു. അവളുടെ ദൈവഭയം അവനെ പുഷ്ടിപ്പെടുത്തുന്നു. പ്രഭാഷകന്റെ പുസ്തകം 26-ാം അധ്യായം 13-ാം വാക്യം. ഈജിപ്ത് രാജാവ് ശിഫ്ര പൂർവ എന്നു പേരായ 2 ഹെബ്രായ സൂതി കൺമണികളോട് പറഞ്ഞു, നിങ്ങൾ ഹെബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുമ്പോൾ ശ്രദ്ധിക്കുവിൻ. പിറക്കുന്നത് ആൺകുട്ടിയെങ്കിൽ അവനെ വധിക്കണം, പെൺകുട്ടിയെങ്കിൽ ജീവിച്ചു കൊള്ളട്ടെ. എന്നാൽ സൂതി കൺമണികൾ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തില്ല. അവർ ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു. ആകയാൽ രാജാവ് സൂതി കൺമണികളെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ആൺകുട്ടികളെ കൊല്ലാതെ വിട്ടതെന്തുകൊണ്ട്? സൂതി കൺമണികൾ ഫറവയോട് പറഞ്ഞു, ഹെബ്രായ സ്ത്രീകൾക്ക് ഈജിപ്തുകാരികളെ പോലെയല്ല, അവർ പ്രസവിപ്പുള്ളവരെ ആകിയാൽ സൂതി കൺമണി ചെന്നെത്തും മുമ്പേ പ്രസവിച്ചു കഴിയും. ദൈവം സൂതി കൺമണികളോട് കൃപ കാണിച്ചു. ജനം വർദ്ധിച്ചു പ്രബലരായി തീർന്നു. സൂതി കൺമണികൾ ദൈവഭയമുള്ളവരായിരുന്നതുകൊണ്ട് അവിടുന്ന് അവർക്ക് സന്താന പരമ്പരകളെ പ്രദാനം ചെയ്തു. പുറപ്പാടിന്റെ പുസ്തകം 1-ാം അധ്യായം 15 മുതൽ 21 വരെ.